കൊൽക്കത്തയിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയത് രാജ്യമാകെ ചർച്ച ചെയ്യുകയാണ്. ബംഗാൾ ഗവർണർ ഡോക്ടർ ആനന്ദബോസ് സാർ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇത് രാജ്യം മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. സാർ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? രാജ്യം മുഴുവനല്ല, മാനവരാശി മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. നൂറുകണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥിനികൾ അവർ വരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വരെ അവർ വന്നു. അവർക്ക് ഭയമാണ്, ക്യാമ്പസിൽ നിൽക്കാൻ ഭയമാണ്, ക്യാമ്പസിന്റെ വെളിയിൽ പോകാൻ ഭയമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സമരക്കാരുടെ ക്യാമ്പിൽ ചെന്നു. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ഞാൻ ചെല്ലേണ്ടതല്ല, പക്ഷെ ചെന്നു. കാരണം മറ്റാരുമില്ല. അവിടെ ചെന്ന് അവർക്കാകെ പറയാനുണ്ടായിരുന്നത് വി വാണ്ട് ജസ്റ്റിസ്, ഞങ്ങൾക്ക് നീതി വേണം. അത് വേണ്ടാത്തൊരു കാര്യമാണോ? പക്ഷെ അവർക്ക് നീതി കിട്ടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒരു സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാരാണ് സാർ ഉത്തരവാദി? അതിന്റെ ഉത്തരവാദി ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ്. സമൂഹത്തിനും അത് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഗുണ്ടാ രാജ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് പ്രോത്സാഹിപ്പിച്ചു, അല്ലെങ്കിൽ ഇതിനെ എതിർത്തില്ല. അതിന്റെ ദുഃഖമാണെന്ന് ബംഗാൾ അനുഭവിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായും ഗവൺമെന്റിനാണ്. ഗുണ്ടാ രാജ് പലയിടത്തും നിലനിൽക്കുന്നുവെന്ന് തന്നെയാണോ സാർ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നതല്ല പ്രശ്നം. അതാണ് സത്യം. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ നേരിൽ കണ്ടു. ഭയപ്പെടുത്തുക, അടിച്ചിരുത്തുക, വെട്ടിനിർത്തുക, ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയ ശൈലി. രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഭരിക്കുന്ന സർക്കാരിനെതിരെ ഉണ്ട്. മമതാ ബാനർജി ഭരിക്കുന്ന സർക്കാരിനെതിരെ ഉണ്ട്. ഈ സർക്കാരിന് ഈ കോടതിയുടെ വിമർശനങ്ങൾക്കിടെ തുടരാൻ കഴിയുമോ സാർ? കോടതി വിമർശിച്ചിട്ടില്ല. കോടതി സത്യം പറയുന്നത്. മറ്റുള്ളവർ പറയാൻ മടിച്ച സത്യം ധൈര്യമായിട്ട് കോടതി പറഞ്ഞു. അത് വിമർശനമല്ല. കോടതി പറഞ്ഞ സത്യമാണ്, നിയമമാണ്. നിയമവാഴ്ച നടക്കുന്ന ഒരു ഭാരതത്തിൽ നിയമവാഴ്ച നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം പശ്ചിമബംഗാൾ ഗവൺമെന്റിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. അത് വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് കോടതി ഇടപെടേണ്ടി വരുന്നത്. കോടതി തന്നെ പറഞ്ഞിട്ടാണ് ഈ കേസ് തന്നെ സിബിഐക്ക് വിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിന് തുടരാൻ ധാർമ്മികമായ അവകാശമുണ്ടോ? അതാണ് ചോദ്യം. ധാർമ്മികമായ അവകാശം ഒന്ന് വേറെ, ഭരണഘടനാപരമായ അവകാശം രണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ചർച്ച ചെയ്തതിനു ശേഷം ഒരു ഗവർണർ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ അവധാനതയോടുകൂടി ചെയ്യും. ഇത് ഇപ്പോൾ മമതാ ബാനർജി മുഖ്യമന്ത്രി തന്നെ ഈ അതിക്രമങ്ങൾക്കെതിരെ റാലിയുമായൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അങ്ങനെയാണോ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? അതിക്രമങ്ങളെ എതിർക്കുന്നത് തന്നെയാണ്. പക്ഷെ ലേശം വൈകിപ്പോയി. ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. തെറ്റ് തിരുത്തുന്നത് വളരെ നന്നാണ്. ഏതായാലും ഈ കാര്യങ്ങൾ തന്നെയാണ്, വ്യക്തമായ കൃത്യമായ മറുപടി തന്നെയാണ് ഈ വിഷയങ്ങളോട് CV ആനന്ദബോസ് സർ പ്രതികരിച്ചിരിക്കുന്നത്. കൊൽക്കത്ത രാജ്ഭവനിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ.